1201 മലയാള വർഷത്തിലെ കന്നിമാസത്തെ അശ്വതി നക്ഷത്രത്തിൻ്റെ ജ്യോതിഷഫലങ്ങളാണ് ഞാനിവിടെ പ്രവചിക്കുന്നത്. ശത്രുക്കൾ ശല്യം ചെയ്തുകൊണ്ടിരുന്നത് നിർത്തുന്നു, അവരെ ഉപദ്രവങ്ങൾ കുറയുന്നു എന്നുള്ളതാണ്. അതിൽ ഉദര രോഗങ്ങളാലും മറ്റേതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളാലും കഷ്ടത അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നെല്ലാം ആശ്വാസം ലഭിക്കുന്നു. അതുപോലെ തന്നെ ആഹാര നിയന്ത്രണം, വളരെ നിയന്ത്രണമൊക്കെ ഏർപ്പെടുത്തിയിരുന്നതും കുറച്ചൊക്കെ മാറ്റം വന്നിട്ട് നമുക്ക് യഥേഷ്ട ആഹാരം കഴിക്കുവാൻ അനുമതി ലഭിക്കുന്നു. സർജറി മൂലമോ മറ്റും രീതിയിൽ ബുദ്ധിമുട്ടി അനുഭവിച്ചിരിക്കുന്നവർക്ക് ഇപ്പോൾ അങ്ങനെ അതിൻ്റെ ബുദ്ധിമുട്ടെല്ലാം ഒഴിവാക്കി കിട്ടുന്നു. കണ്ണിൻ്റെ രോഗത്തിന് വളരെയധികം ശാന്തി ലഭിക്കുന്നു. അതിൻ്റെ വേദനയും നീറ്റലെല്ലാം മാറിക്കിട്ടുന്നു. ഏതെങ്കിലും തരത്തിൽ ഒടിച്ചിലോ ചതച്ചിലോ അങ്ങനെയൊക്കെ വന്നിട്ട് പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയോ അല്ലെങ്കിൽ കമ്പിയൊക്കെ ഇട്ടിരിക്കുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം ആശ്വാസം ലഭിക്കുന്നു. ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാൽ ആ കാര്യങ്ങളെല്ലാം നമുക്ക് സാധിക്കുന്നതായിട്ട് കാണുന്നു. അതുപോലെ ധനപരമായിട്ടും കുറേ നേട്ടങ്ങൾ, വളരെയേറെ നേട്ടങ്ങൾ ഉണ്ടാകുന്നു. ജീവിതത്തിൽ ഒരു ഉയർച്ച ഉണ്ടായി എന്ന് നമുക്ക് തോന്നുന്നു. അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്ക് പ്രൊമോഷൻ കിട്ടുന്നതിനുള്ള സാധ്യതയും കാണുന്നു. നല്ല ഫലങ്ങളെല്ലാം അശ്വതി നക്ഷത്രക്കാർക്ക് ഈ കന്നിമാസത്തിൽ ലഭിക്കും. പക്ഷേ എങ്കിലും ചില ഗ്രഹങ്ങളുടെ തടസ്സങ്ങൾ മൂലം, അത് ഗ്രഹങ്ങൾ നിൽക്കുന്നത് മോശസന്ധിയിലായിരുന്നാൽ ആ ഗ്രഹങ്ങളുടെ അനുഗ്രഹങ്ങൾ കുറവായിരിക്കും. അതുമൂലം കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 16 വയസ്സിന് മുകളിലുള്ള അശ്വതി നക്ഷത്രക്കാർക്ക് ശനീശ്വരൻ്റെ, അതായത് ഇപ്പോൾ 7 ശനി നടക്കുകയാണ്, ഉപദ്രവങ്ങളൊന്നും 16 വയസ്സിന് മുകളിലോട്ടുള്ളവർക്കേ ഉപദ്രവങ്ങളുണ്ടാവും. 16 വയസ്സിന് താഴോട്ടുള്ളവരെ ശനീശ്വരൻ ഉപദ്രവിക്കാറില്ല എന്നാണ് പറയുന്നത്. അതേപോലെ ഗൃഹനിർമ്മാണത്തിൽ ഓരോ ഘട്ടങ്ങളും വളരെയധികം ശ്രദ്ധിച്ചില്ലെങ്കിൽ അതുപോലെ നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിക്കുക. അതുപോലെ ഈ അനുമതി പത്രങ്ങൾ, അതായത് ഗൃഹം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള, വീട് നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള അനുമതി പത്രങ്ങൾ കിട്ടുന്നതിന് തടസ്സം കാണുന്നു. അത് നിങ്ങൾ നേടിയെടുക്കുക, തടസ്സങ്ങളൊക്കെ മാറ്റി. ലഭിക്കേണ്ടിയിരുന്ന പ്രൊമോഷന് കാലതാമസം വന്നേക്കാം, അത് വളരെ ശ്രദ്ധിക്കുക. ചില സാങ്കേതിക കാരണങ്ങളാണ് ആ തടസ്സം ഉണ്ടാകുന്നത്. അതുകൊണ്ട് ആ തടസ്സങ്ങളെ നിങ്ങൾ തന്നെ എവിടെയാണത് തടയപ്പെട്ടിരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചത് മാറ്റിയിട്ട് നിങ്ങൾക്ക് പ്രൊമോഷനും മറ്റുള്ള ഇഷ്ട സ്ഥലത്തേക്കുള്ള ട്രാൻസ്ഫറും ലഭിക്കുന്നതാണ്. ഇനി ദശാസന്ധിയും ഗ്രഹപാർച്ചയൊക്കെ കൂടി പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് ഒരു ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു പ്രവചനം നമുക്ക് നടത്തുവാൻ സാധിക്കും. നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കണമെങ്കിൽ നല്ല ഫലങ്ങൾ പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കണമെങ്കിൽ മോശഫലങ്ങൾ പ്രതീക്ഷിക്കാം. ഒരു കുടുംബത്തിൽ ഉള്ള എല്ലാവർക്കും നല്ല ഗ്രഹങ്ങളുടെ ദശാസന്ധിയാണ് നടക്കുന്നതെങ്കിൽ നല്ല ഫലങ്ങൾ, അതായത് ഒരുപാട് ഫലങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ തന്നെ ഒരുപാട് നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. നേരെ മറിച്ച് മോശഗ്രഹങ്ങളുടെ ദശാസന്ധിയോ ഗ്രഹപാർച്ചയോ ആണ് നടക്കുന്നതെങ്കിൽ വളരെ മോശപ്പെട്ട ഫലങ്ങളായിരിക്കും കിട്ടുക. ഒരു ജ്യോതിഷ പണ്ഡിതനെ സന്ദർശിച്ച് അദ്ദേഹത്തിൻ്റെ അഭിപ്രായപ്രകാരം അത്യാവശ്യമാണെങ്കിൽ എന്തെങ്കിലും പൂജകളൊക്കെ നടത്തി പരിഹാരം കണ്ടെത്തിയാൽ അതിന് കുറേയൊക്കെ മാറ്റങ്ങൾ വരുന്നതാണ്. അതിനുള്ള സാമ്പത്തികം ഇല്ലാത്തവർ വീട്ടിൽ വെച്ചോ കോവിലിൽ പോയോ പ്രാർത്ഥിച്ചാലും അതിന് പരിഹാരമാകുന്നു. ഗ്രഹങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് വരാനിരിക്കുന്ന നന്മകളെയും തിന്മകളെയും കുറിച്ചാണ്. അതിന് വേണ്ടുന്ന മുൻകരുതലുകൾ നമ്മൾ എടുക്കുകയാണ് വേണ്ടതെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. കഴിയുന്നതും പണത്താലോ ധാന്യത്താലോ മറ്റു ഏത് രീതിയിലായിരുന്നാലും വളരെ കഷ്ടത അനുഭവിക്കുന്നവരെ സഹായിക്കുക വഴി ജാതകദോഷങ്ങൾ മാറിക്കിട്ടാം. സഹായിക്കുന്നത് അർഹതയുള്ളവർക്ക് ആയിരിക്കണം എന്ന് മാത്രം. ജ്യോതിഷപരമായോ പൂജാപരമായോ വാസ്തുപരമായോ മുഹൂർത്തപരമായോ ഉള്ള കാര്യങ്ങൾക്ക് എന്നെ ഫോണിലോ വാട്സപ്പിലോ ബന്ധപ്പെടുക. എല്ലാവർക്കും സർവ്വവിധ സുഖ സമ്പൽ സമൃദ്ധി ദീർഘായുസ്സായുസ് ആരോഗ്യ സൗഭാഗ്യങ്ങൾ നേർന്നുകൊണ്ട് നന്ദി, നമസ്കാരം.